ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എസ് ലോഗോസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം 41 മുതൽ 51 വരെയുള്ള അധ്യായങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 100 ക്വസ്റ്റ്യൻസാണ്. അത് 3 ഓപ്ഷൻസോട് കൂടിയാണ്. അപ്പോൾ ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും, പിന്നെ ഓപ്ഷൻസ് വായിക്കും. ഈ 100 ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആൻസർ വായിക്കും. നിങ്ങൾ സാധിക്കുന്നവരൊക്കെ ഒരു പേപ്പർ എടുത്ത് ഒരു പേനയോ എടുത്തിട്ട് നിങ്ങളത് ശരിയായത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഞാൻ പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: സമ്പത്തിൻ്റെ മധ്യേ എങ്ങനെ ജീവിക്കുന്നവനാണ് മരണം അരോചകമായിട്ടുള്ളത്? ഓപ്ഷൻസ്: എ സന്തോഷപൂർവം, ബി ആഹ്ലാദപൂർവം, സി സമാധാനപൂർവം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: അല്ലൽ നിറഞ്ഞവന് സ്വാഗതാർഹമാകുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ ദുഃഖത്തിൻ്റെ വിധി, ബി ദാരിദ്ര്യത്തിൻ്റെ വിധി, സി മരണത്തിൻ്റെ വിധി. മൂന്നാമത്തെ ചോദ്യം: ആരാണ് സദാ നീരസം പ്രകടിപ്പിക്കുന്നത്? ഓപ്ഷൻസ്: എ സഹിഷ്ണുത നഷ്ടപ്പെട്ടവൻ, ബി സന്തോഷം നഷ്ടപ്പെട്ടവൻ, സി ആത്മാർത്ഥത ഇല്ലാത്തവൻ. 4 പൂരിപ്പിക്കാനുള്ളതാണ്. ഡാഷ് ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും? ഓപ്ഷൻസ്: എ ദൈവത്തിൻ്റെ, ബി അത്യുന്നതൻ്റെ, സി കർത്താവിൻ്റെ. 5 ആയുസ് 10, 100, 1000 ആയിക്കൊള്ളട്ടെ, അതേപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെയാണ്? ഓപ്ഷൻസ്: എ പാതാളത്തിൽ, ബി നരകത്തിൽ, സി സ്വർഗത്തിൽ. 6 ദൈവഭയമില്ലാത്ത ജനം നിരസിച്ചത് എന്താണ്? ഓപ്ഷൻസ്: എ കർത്താവിൻ്റെ കൽപ്പനകൾ, ബി മഹാത്മാവിൻ്റെ കൽപ്പനകൾ, സി അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ. 7 നിങ്ങൾ ശാപത്തിലാണ് ജനിച്ചത്, മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി. നിങ്ങൾ ആരാണ്? ഓപ്ഷൻസ്: എ പാപികളുടെ പിൻതലമുറ, ബി ദൈവഭയമില്ലാത്ത ജനം, സി മ്ലേച്ഛ സന്തതികൾ. 8 1000 സ്വർണ്ണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായത് എന്താണ്? ഓപ്ഷൻസ്: എ സൽക്കർമ്മം, ബി സൽകീർത്തി, സി ദാനം. 9 സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുൻപിൽ എന്ത് ചെയ്യുമ്പോഴാണ് ലജ്ജിക്കേണ്ടത്? ഓപ്ഷൻസ്: എ അസന്മാർഗിയാകുമ്പോൾ, ബി അന്യായം ചെയ്യുമ്പോൾ, സി അനീതി പ്രവർത്തിക്കുമ്പോൾ. 10 എന്ത് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് പ്രഭാഷകൻ 41:22 പറയുന്നത്? ഓപ്ഷൻസ്: എ സൽക്കർമ്മം ചെയ്തിട്ട്, ബി ദാനം ചെയ്തിട്ട്, സി സമ്മാനം നൽകിയിട്ട്. 11 അത്യുന്നതൻ്റെ ഏതൊക്കെ കാര്യങ്ങളിൽ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്? 42:2. ഓപ്ഷൻസ്: എ നിയമം ഉടമ്പടി, ബി കാരുണ്യം ദാനം, സി ശക്തി ബുദ്ധി. 12 ആരുടെ പിതൃസ്വത്ത് വിഭജിക്കുന്നതിലാണ് ലജ്ജിക്കേണ്ടതില്ലാത്തത്? ഓപ്ഷൻസ്: എ പിതാവിൻ്റെ, ബി മാതാവിൻ്റെ, സി സ്നേഹിതരുടെ. 13
അനേകർ ഉള്ളിടത്ത് സാധനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ. അടച്ചു വയ്ക്കണം, ബി. പൂട്ടി സൂക്ഷിക്കണം, സി. പെട്ടിയിൽ വയ്ക്കണം. 14. സ്വയം അറിയാതെ പിതാവിനെ ജാഗരൂകതയുള്ളവനാക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ. മകൾ, ബി. മകൻ, സി. മരുമകൾ. 15. രേഖ സൂക്ഷിക്കേണ്ടത് എന്തിൻ്റെ കാര്യത്തിലാണ്? എ. പോക്കുവരവിൽ, ബി. എല്ലാ കാര്യങ്ങളിലും, സി. ക്രയവിക്രയങ്ങളിൽ. 16. എന്തുപോലെയാണ് സ്ത്രീയിൽ നിന്നും ദുഷ്ടത വരുന്നത്? ഓപ്ഷൻസ്: എ. വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ എന്ന പോലെ, ബി. പുഴുക്കളെ പോലെ, സി. വസ്ത്രത്തിൽ നിന്നും അഴുക്കെന്ന പോലെ. 17. സൂര്യൻ എല്ലാ വസ്തുക്കളെയും കടാക്ഷിക്കുന്നത് എങ്ങനെയാണ്? എ. തൻ്റെ പ്രകാശം കൊണ്ട്, ബി. ചൂടുകൊണ്ട്, സി. തൻ്റെ കിരണങ്ങൾ കൊണ്ട്. 18. അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നതിനാൽ എന്ത് ചെയ്യാൻ സാധിക്കുകയില്ല എന്നാണ് പ്രഭാഷകൻ 42:21 പറയുന്നത്? ഓപ്ഷൻസ്: എ. ഒന്നും കൂട്ടുന്നതിന്, ബി. ഒന്നും കുറയ്ക്കുന്നതിന്, സി. ഒന്നും കൂട്ടാനോ കുറയ്ക്കാനോ. 19. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഡാഷ് വിശ്വസ്തത പുലർത്തുന്നു. പ്രഭാഷകൻ 42:23 പ്രകാരം പൂരിപ്പിക്കുക. എ. സ്വധർമ്മത്തോട്, ബി. കാരുണ്യത്തോട്, സി. ദയയോട്. 20. എന്ത് ദർശിച്ച് ആർക്കെങ്കിലും മതി വരുമോ എന്നാണ് പ്രഭാഷകൻ 42:25 പറയുന്നത്? ഓപ്ഷൻസ്: എ. കർത്താവിൻ്റെ കാരുണ്യം, ബി. കർത്താവിൻ്റെ സ്നേഹം, സി. കർത്താവിൻ്റെ മഹത്വം. 21. ഉദിച്ചു വരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നതെന്ത്? ഓപ്ഷൻസ്: എ. കർത്താവിൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമെന്ന്, ബി. ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമെന്ന്, സി. അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമെന്ന്. 22. ചൂളയേക്കാൾ 3 ഇരട്ടി ചൂടിൽ സൂര്യൻ ദഹിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻസ്: എ. കുന്നുകളെ, ബി. മലകളെ, സി. പർവ്വതങ്ങളെ. 23. മാസങ്ങൾക്ക് പേര് നൽകുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഓപ്ഷൻസ്: എ. സൂര്യൻ്റെ രശ്മിയെ, ബി. അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ, സി. മഴവില്ലിനെ. 24. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ തിളങ്ങുന്ന അലങ്കാരനിര ഏത്? ഓപ്ഷൻസ്: എ. ചന്ദ്രൻ, ബി. മഴവില്ല്, സി. നക്ഷത്രങ്ങൾ. 25. ശോഭയാൽ അഴകുറ്റത് എന്താണ്? ഓപ്ഷൻസ്: എ. സൂര്യകിരണങ്ങൾ, ബി. മഴവില്ല്, സി. നക്ഷത്രങ്ങൾ. 26. ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി ആരെയാണ് സ്തുതിക്കേണ്ടത്? ഓപ്ഷൻസ്: എ. ദൈവത്തെ, ബി. കർത്താവിനെ, സി. അതിൻ്റെ സ്രഷ്ടാവിനെ. 27. സംഭരണശാലകൾ തുറന്ന് പക്ഷികളെപ്പോലെ പറക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ. നക്ഷത്രങ്ങൾ, ബി. മേഘങ്ങൾ, സി. ശലഭങ്ങൾ.
28 കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ് വിറകൊള്ളുന്നത്? ഓപ്ഷൻസ്: എ മലനിരകൾ, ബി കുന്നുകൾ, സി പർവ്വതങ്ങൾ. 29 അവിടുന്ന് ഭൂമിയിൽ ഉപ്പുപോലെ വിതറുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ തുഷാരം, ബി മഞ്ഞ്, സി ഗന്ധകം. 30 പ്രഭാഷകൻ 43:24 പ്രകാരം ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ്: എ സമുദ്രസഞ്ചാരികൾ, ബി കപ്പലിലെ ക്യാപ്റ്റൻ, സി മീൻപിടുത്തക്കാർ. 31 മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും എങ്ങനെ പ്രകീർത്തിക്കാവുന്നത്? ഓപ്ഷൻസ്: എ സ്നേഹപൂർവം, ബി തലമുറക്രമത്തിൽ, സി ആദരപൂർവം. 32 പിതാക്കന്മാരിൽ ചിലർ വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ എപ്രകാരം ജീവിച്ചിരുന്നവരും ആയിരുന്നു? ഓപ്ഷൻസ്: എ സന്തോഷത്തോടെ, ബി സ്നേഹത്തോടെ, സി സമാധാനപൂർവം. 33 പ്രഭാഷകൻ 44:9 പ്രകാരം ജീവിക്കുകയോ ജനിക്കുക പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് മൺമറഞ്ഞുപോയത് ആര്? ഓപ്ഷൻസ്: എ സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർ, ബി കാരുണ്യം അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർ, സി സ്നേഹം അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവർ. 34 ജനതകൾ എന്ത് പ്രഘോഷിക്കുമെന്നാണ് പ്രഭാഷകൻ 44:15 പറയുന്നത്? ഓപ്ഷൻസ്: എ പിതാക്കന്മാരുടെ ശക്തിയും ബുദ്ധിയും, ബി പിതാക്കന്മാരുടെ സ്നേഹം, സി പിതാക്കന്മാരുടെ വിജ്ഞാനം. 35 നോഹ ഏതു നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു? ഓപ്ഷൻസ്: എ വിനാശത്തിൻ്റെ, ബി അഹങ്കാരത്തിൻ്റെ, സി വിജ്ഞാനത്തിൻ്റെ. 36 അത്യുന്നതൻ്റെ നിയമം പാലിക്കുകയും അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തത് ആരാണ്? ഓപ്ഷൻസ്: എ ഇസഹാക്ക്, ബി യാക്കോബ്, സി പൂർവ്വപിതാവായ അബ്രഹാം. 37 അബ്രഹത്തിൻ്റെ സന്തതി എങ്ങനെ പെരുകുമെന്നാണ് കർത്താവ് വാഗ്ദാനം ചെയ്തത്? ഓപ്ഷൻസ്: എ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, ബി കടൽ തീരത്തെ മണൽത്തരികൾ പോലെ, സി സ്വർഗത്തിലെ മാലാഖമാരെ പോലെ. 38 യാക്കോബിനെ അംഗീകരിച്ച് കർത്താവ് അവന് നൽകിയത് എന്ത്? ഓപ്ഷൻസ്: എ ജന്മാവകാശം, ബി പൈതൃകാവകാശം, സി ഭൂമിയിലെ സകല അവകാശങ്ങളും. 39 കർത്താവ് മോശയെ മഹത്വത്തിൽ ആർക്കാണ് സമനാക്കിയത്? ഓപ്ഷൻസ്: എ കർത്താവിൻ്റെ ദൂതന്, ബി മാലാഖമാർക്ക്, സി ദൈവദൂതന്. 40 കർത്താവ് മോശയെ എവിടെയാണ് സമുന്നതനാക്കിയത്? ഓപ്ഷൻസ്: എ ദൈവസന്നിധിയിൽ, ബി രാജാക്കന്മാരുടെ സന്നിധിയിൽ, സി കർത്താവിൻ്റെ സന്നിധിയിൽ. 41 കർത്താവ് മോശയ്ക്ക് കൽപ്പനകൾ നൽകിയത് എപ്രകാരമാണ്? ഓപ്ഷൻസ്: എ നേരിട്ട്, ബി ദൂതന്മാർ വഴി, സി
മുഖാഭിമുഖം. 42. ദേവാലയത്തിൽ അഹറോന്റെ ആഗമനം അറിയുന്നതിനായി അവന്റെ അങ്കിയിൽ തുന്നിച്ചേർത്തിരുന്നത് എന്തായിരുന്നു? ഓപ്ഷൻസ്: എ. നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന സ്വർണമണികൾ. ബി. നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന വെള്ളിമണികൾ. സി. നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ചെറിയ ബോളുകൾ. 43. അഹറോന്റെ തലപ്പാവിൽ അണിയിച്ചിരുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. രത്നഖചിതമായ കിരീടം. ബി. സ്വർണം കൊണ്ടുള്ള കിരീടം. സി. വെള്ളി കൊണ്ടുള്ള കിരീടം. 44. അഹറോന്റെ കിരീടത്തിൽ മുദ്ര പോലെ കൊത്തിയിരുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. ശുദ്ധി. ബി. വിശുദ്ധി. സി. കരുണ. 45. അഹറോനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ച് നിയോഗിച്ചത് ആരാണ്? ഓപ്ഷൻസ്: എ. കർത്താവ്. ബി. ദൈവം. സി. മോശ. 46. പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി ആരെയാണ് മോശ നിയോഗിച്ചത്? ഓപ്ഷൻസ്: എ. അഹറോനെ. ബി. ഇസഹാക്കിനെ. സി. യാക്കോബിനെ. 47. പ്രഭാഷകൻ 45:16 പ്രകാരം അഹറോനെ എവിടെ നിന്നുമാണ് തെരഞ്ഞെടുത്തത്? ഓപ്ഷൻസ്: എ. ജനങ്ങളുടെ ഇടയിൽ നിന്ന്. ബി. ന്യായാധിപന്മാരുടെ ഇടയിൽ നിന്ന്. സി. മാനവകുലത്തിൽ നിന്ന്. 48. പ്രഭാഷകൻ 45:23 പ്രകാരം മഹത്വത്തിൽ 3-ാം സ്ഥാനം ആർക്കാണ്? ഓപ്ഷൻസ്: എ. അബ്രഹാമിന്. ബി. മോശയ്ക്ക്. സി. എലയാസറിന്റെ പുത്രനായ ഫിനഹാസിന്. 49. കർത്താവ് ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്നത് എന്തിന്? ഓപ്ഷൻസ്: എ. തൻ്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന്. ബി. തൻ്റെ ജനത്തെ വിവേകപൂർവം വിധിക്കുന്നതിന്. സി. തൻ്റെ ജനത്തെ വിജ്ഞാനപൂർവം വിധിക്കുന്നതിന്. 50. ഒരു ദിവസത്തിന് എത്ര ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ എന്നാണ് പ്രഭാഷകൻ 46:4 ചോദിക്കുന്നത്. ഓപ്ഷൻസ്: എ. 1.5 ദിവസത്തെ. ബി. 2 ദിവസത്തെ. സി. 3 ദിവസത്തെ. 51. ജോഷുവ ആരുടെ കാലത്താണ് ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചത്? ഓപ്ഷൻസ്: എ. കാലബിൻ്റെ കാലത്ത്. ബി. അഹറോന്റെ കാലത്ത്. സി. മോശയുടെ കാലത്ത്. 52. കർത്താവ് കാലബിന് കൊടുത്ത ശക്തി എന്നുവരെയാണ് നിലനിന്നത്? ഓപ്ഷൻസ്: എ. യൗവനം വരെ. ബി. വാർദ്ധക്യം വരെ. സി. അവസാനം വരെ. 53. 46:13 പ്രകാരം കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായത് ആരാണ്? ഓപ്ഷൻസ്: എ. സാമുവൽ. ബി. ഫിനഹാസ്. സി. ജോഷുവ. 54. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് സാമുവൽ എന്തിനെയാണ് ബലിയർപ്പിച്ചത്? ഓപ്ഷൻസ്: എ. മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ. ബി. കോലാട്ടിൻകുട്ടിയെ. സി. ചെമ്മരിയാടിനെ. 55. എന്തിനു വേണ്ടിയാണ് സാമുവൽ മണ്ണിൽ നിന്നും സ്വരമുയർത്തി പ്രവചിച്ചത്? ഓപ്ഷൻസ്: എ. ജനത്തിൻ്റെ കാപട്യം മായ്ച്ചു കളയുവാൻ. ബി. ജനത്തിൻ്റെ ദുഷ്ടത മായ്ച്ചു കളയുവാൻ. സി. ജനത്തിൻ്റെ കളങ്കം മായ്ച്ചു കളയുവാൻ.
56 എന്തിനോടെന്ന പോലെയാണ് ദാവീദ് കരടികളുമായി കളിയാടിയത്? ഓപ്ഷൻസ്: എ കോലാട്ടിൻകുട്ടികളോട് എന്ന പോലെ, ബി ചെമ്മരിയാട്ടിൻകുട്ടികളോട് എന്ന പോലെ, സി ആട്ടിൻകുട്ടിയോട് എന്ന പോലെ. 57 കർത്താവ് ദാവീദിൻ്റെ വലത്തുകരം ശക്തിപ്പെടുത്തിയത് ആരെ കൊല്ലുന്നതിന് വേണ്ടിയാണ്? ഓപ്ഷൻസ്: എ ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന്, ബി ഒരു ശത്രുവിനെ കൊല്ലുന്നതിന്, സി ഇസ്രായേലിനെ വീണ്ടെടുക്കുന്നതിന്. 58 ദാവീദ് തൻ്റെ എല്ലാ പ്രവൃത്തികളിലും എന്തു പ്രകീർത്തിച്ചാണ് പരിശുദ്ധനായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചത്? ഓപ്ഷൻസ്: എ അത്യുന്നതൻ്റെ സ്നേഹം, ബി അത്യുന്നതൻ്റെ ജ്ഞാനം, സി അത്യുന്നതൻ്റെ മഹത്വം. 59 പ്രഭാഷകൻ 47:14 എന്താണ് നദി പോലെ കവിഞ്ഞൊഴുകിയതായി പറയുന്നത്? ഓപ്ഷൻസ്: എ സോളമൻ്റെ വിജ്ഞാനം, ബി ദാവീദിൻ്റെ പാപം, സി കർത്താവിൻ്റെ സ്നേഹം. 60 സോളമൻ തകരം പോലെ ശേഖരിച്ചത് എന്താണ്? ഓപ്ഷൻസ്: എ സ്വർണം, ബി വെള്ളി, സി രത്നങ്ങൾ. 61 പ്രഭാഷകൻ 47:23 പ്രകാരം വിഡ്ഢിത്തത്തിൽ ഒന്നാമനും വിവേകത്തിൽ ഒടുവിലെത്തവനും ആര്? ഓപ്ഷൻസ്: എ ജെറോബോവാം, ബി നെബാത്ത്, സി സോളമൻ്റെ സന്തതി റെഹോബോവാം. 62 അഗ്നി പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആര്? ഓപ്ഷൻസ്: എ ഏശയ്യ, ബി ഏലീഷ, സി ഏലിയ. 63 ഏലിയ ആകാശവാതിലുകൾ അടച്ചത് എങ്ങനെ? ഓപ്ഷൻസ്: എ കർത്താവിൻ്റെ വാക്കുകൾ കൊണ്ട്, ബി കർത്താവിൻ്റെ ശക്തി കൊണ്ട്, സി കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട്. 64 മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നതിന് തുല്യമായ വാക്ക് ഏതാണ്? ഓപ്ഷൻസ്: എ നരകത്തിൽ നിന്ന്, ബി പാപാഗ്നിയിൽ നിന്ന്, സി പാതാളത്തിൽ നിന്ന്. 65 പിതാവിൻ്റെ ഹൃദയത്തെ പുത്രനിലേക്ക് തിരിക്കുന്നതിനും യാക്കോബിൻ്റെ ഗോത്രങ്ങളെ പുനഃസ്ഥാപിക്കുന്നതിനും ഏലിയ തിരിച്ചു വരുന്നത് എന്നാണ്? ഓപ്ഷൻസ്: എ മഹത്വത്തിൽ, ബി നിശ്ചിത സമയത്ത്, സി പുനരാഗമനത്തിൽ. 66 ഹെസക്കിയായുടെ നാളുകളിൽ യൂദ രാജ്യം ആക്രമിച്ചത് ആര്? ഓപ്ഷൻസ്: എ റബ്ഷക്ക, ബി ജെറോബോവാം, സി സെന്നാകരീബ്. 67 ആത്മാവിൻ്റെ ശക്തിയാൽ അവസാന നാളുകൾ ദർശിച്ചത് ആര്? ഓപ്ഷൻസ്: എ ഏശയ്യ പ്രവാചകൻ, ബി ഏലിയ പ്രവാചകൻ, സി ഏലീഷ പ്രവാചകൻ. 68 അത്യുന്നതൻ്റെ നിയമം നിരസിച്ചതിനാൽ അസ്തമിച്ച രാജവംശം ഏത്? ഓപ്ഷൻസ്: എ യൂദ രാജവംശം, ബി സെബുലൂൺ രാജവംശം, സി ബെഞ്ചമിൻ രാജവംശം. 69 കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം
ദർശിച്ചത് ആര്? ഓപ്ഷൻസ്: എ ജെറമിയ, ബി എസക്കിയേൽ, സി സെറുബാബേൽ. 70. പ്രഭാഷകൻ 49:14 പ്രകാരം ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടതായി പറയുന്നത് ആര്? ഓപ്ഷൻസ്: എ ആദം, ബി സേത്ത്, സി ഹെനോക്ക്. 71. പ്രധാന പുരോഹിതനായ ശിമയോൻ ആരുടെ പുത്രനാണ്? ഓപ്ഷൻസ്: എ ഹെനോക്കിൻ്റെ, ബി സഖറിയായുടെ, സി ഓനിയാസിൻ്റെ. 72. സമുദ്രം പോലെ വിശാലമായ ജലസംഭരണി കുഴിച്ചത് ആരുടെ കാലത്താണ്? ഓപ്ഷൻസ്: എ ശിമയോൻ്റെ കാലത്ത്, ബി ഹെനോക്കിൻ്റെ കാലത്ത്, സി ഓനിയാസിൻ്റെ കാലത്ത്. 73. തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ എന്തുപോലെയാണ് ശിമയോൻ പ്രശോഭിച്ചത്? ഓപ്ഷൻസ്: എ തിളങ്ങുന്ന നക്ഷത്രങ്ങൾ പോലെ, ബി വിളങ്ങുന്ന മഴവില്ലു പോലെ, സി വിളങ്ങുന്ന ചന്ദ്രനെ പോലെ. 74. പ്രഭാഷകൻ 50:12 പ്രകാരം ശിമയോൻ ആരുടെ കയ്യിൽ നിന്നാണ് ഓഹരികൾ സ്വീകരിച്ചത്? ഓപ്ഷൻസ്: എ പുരോഹിതന്മാരുടെ, ബി സഹോദരന്മാരുടെ, സി കർത്താവിൻ്റെ. 75. സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നത് ആരാണ്? ഓപ്ഷൻസ്: എ ശിമയോൻ്റെ പുത്രന്മാർ, ബി യാക്കോബിൻ്റെ പുത്രന്മാർ, സി അഹറോൻ്റെ പുത്രന്മാർ. 76. പ്രഭാഷകൻ 50:14 പ്രകാരം ബലിപീഠത്തിലെ ശുശ്രൂഷ പൂർത്തിയാക്കി കാഴ്ചകൾ ഒരുക്കിയത് ആർക്ക്? ഓപ്ഷൻസ്: എ കർത്താവിന്, ബി ദൈവത്തിന്, സി സർവാധിരാജനായ അത്യുന്നതന്. 77. 50:15 പ്രകാരം ആർത്തു വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തതാര്? ഓപ്ഷൻസ്: എ അഹറോൻ്റെ പുത്രന്മാർ, ബി ഓനിയാസിൻ്റെ പുത്രന്മാർ, സി ഹെനോക്കിൻ്റെ പുത്രന്മാർ. 78. 50:19 അനുസരിച്ച് ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ എന്നുവരെയാണ് പ്രാർത്ഥിച്ചത്? ഓപ്ഷൻസ്: എ വൈകുന്നേരം വരെ, ബി പ്രഭാതം വരെ, സി കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ. 79. ജനനം മുതൽ നമ്മെ ഉയർത്തിയവൻ നമ്മോട് വർത്തിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: എ കാരുണ്യപൂർവം, ബി സ്നേഹപൂർവം, സി സന്തോഷപൂർവം. 80. പ്രഭാഷകനെ ക്ലേശിപ്പിക്കുന്ന 2 ജനതകൾ ഏതെല്ലാം? ഓപ്ഷൻസ്: എ ആഷേർ ഗോത്രക്കാരും ബെഞ്ചമിൻ ഗോത്രക്കാരും, ബി മിദിയാൻകാരും പൗരസ്ത്യരും, സി സെയിർ മലയിൽ വസിക്കുന്നവരും ഫിലിസ്ത്യരും. 81. പ്രഭാഷകൻ 50:26 മൂന്നാമത്തേത് ജനതയെ അല്ല എന്ന് പറയുന്നത് ഏത് ജനത്തെയാണ്? ഓപ്ഷൻസ്: എ അമ്മോന്യർ, ബി ഫിലിസ്ത്യർ, സി ഷെക്കേമിലെ മൂഢജനത. 82. പ്രഭാഷകൻ 51:1 കൃതജ്ഞത അർപ്പിക്കുന്നത് ആർക്കാണ്? ഓപ്ഷൻസ്: എ ദൈവത്തിൻ്റെ നാമത്തിന്, ബി കർത്താവിൻ്റെ നാമത്തിന്, സി പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിന്. 83. ആരുടെ വലയിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ രക്ഷിച്ചത്?
ഓപ്ഷൻസ്: എ ശത്രുവിൻ്റെ, ബി പരദൂഷകൻ്റെ, സി വിരോധിയുടെ. 84. ആരുടെ ചുണ്ടുകളിൽ നിന്നാണ് കർത്താവ് പ്രഭാഷകനെ മോചിപ്പിച്ചത്? ഓപ്ഷൻസ്: എ വ്യാജം പറയുന്നവൻ്റെ, ബി കള്ളം പറയുന്നവൻ്റെ, സി നുണ പറയുന്നവൻ്റെ. 85. അവിടുന്ന് തന്നെ ഏതഗ്നിയിൽ നിന്ന് രക്ഷിച്ചെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻ: എ താൻ കൊളുത്താതെ തനിക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്നും, ബി കാട്ടുതീയിൽ നിന്ന്, സി ജഡരാഗ്നിയിൽ നിന്ന്. 86. അനീതി നിറഞ്ഞ നാവ് ദൂഷണം പറയുന്നത് ആരോടാണ്? ഓപ്ഷൻസ്: എ യോദ്ധാവിനോട്, ബി പരദൂഷകനോട്, സി രാജാവിനോട്. 87. മരണത്തോട് അടുത്തപ്പോൾ പ്രഭാഷകന്റെ ജീവൻ സമീപിച്ചത് എവിടെയാണ്? ഓപ്ഷൻസ്: എ പാതാളത്തിൻ്റെ അഗാധത്തെ, ബി കർത്താവിനെ, സി സ്വർഗത്തെ. 88. പ്രഭാഷകൻ ആരുടെ സഹായത്തിന് വേണ്ടി ചുറ്റും നോക്കിയപ്പോൾ കണ്ടില്ല എന്നാണ് 51:7 പറയുന്നത്? ഓപ്ഷൻസ്: എ കൂട്ടുകാരുടെ സഹായത്തിന്, ബി സ്നേഹിതരുടെ സഹായത്തിന്, സി മനുഷ്യരുടെ സഹായത്തിന്. 89. ഭൂമിയിൽ നിന്നുയർന്ന തൻ്റെ പ്രാർത്ഥനകളിൽ പ്രഭാഷകൻ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ്: എ സമ്പത്തിന് വേണ്ടി, ബി മരണത്തിൽ നിന്ന് മോചനത്തിന്, സി സമാധാനത്തിന് വേണ്ടി. 90. എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് താൻ കേണപേക്ഷിച്ചതായി 51:10 പ്രഭാഷകൻ പറയുന്നത് ആരോടാണ്? ഓപ്ഷൻസ്: എ ദൈവത്തോട്, ബി കാരുണ്യം നിറഞ്ഞ കർത്താവിനോട്, സി നാഥനും പിതാവുമായ കർത്താവിനോട്. 91. പ്രാർത്ഥന ശ്രവിച്ച കർത്താവ് പ്രഭാഷകനെ എന്തിൽ നിന്നുമാണ് രക്ഷിച്ചത്? ഓപ്ഷൻസ്: എ നാശത്തിൽ നിന്ന്, ബി പാപത്തിൽ നിന്ന്, സി വേദനകളിൽ നിന്ന്. 92. യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ പ്രഭാഷകൻ എന്തിനു വേണ്ടിയാണ് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചത്? ഓപ്ഷൻസ്: എ സമ്പത്തിന് വേണ്ടി, ബി സമാധാനത്തിന് വേണ്ടി, സി ജ്ഞാനത്തിന് വേണ്ടി. 93. ദേവാലയത്തിന് മുമ്പിൽ പ്രഭാഷകൻ യാചിച്ചത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ്: എ സമാധാനത്തിന് വേണ്ടി, ബി അറിവിന് വേണ്ടി, സി ജ്ഞാനത്തിന് വേണ്ടി. 94. നേരിയ പാതയിൽ ചരിച്ച് യൗവനം മുതൽ താൻ പിന്തുടർന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ 51:15 പറയുന്നത്? ഓപ്ഷൻസ്: എ അറിവിനെ, ബി വിവേകത്തെ, സി ജ്ഞാനത്തിൻ്റെ കാലടികളെ. 95. പ്രഭാഷകൻ എന്തിനൊത്ത് ജീവിക്കാനാണ് ഉറച്ചത്? ഓപ്ഷൻസ്: എ ജ്ഞാനത്തിനൊത്ത്, ബി സുഹൃത്തുക്കളൊത്ത്, സി കർത്താവിനോടൊത്ത്. 96. ജ്ഞാനതൃഷ്ണ ജ്വലിച്ചപ്പോൾ പ്രഭാഷകൻ എന്താണ് ചെയ്തത്? ഓപ്ഷൻസ്: എ സ്നേഹത്തോടെ പെരുമാറി, ബി നിഷ്ഠയോടെ പെരുമാറി, സി കാരുണ്യത്തോടെ പെരുമാറി. 97. ആരംഭം മുതലേ ജ്ഞാനത്തിൽ നിന്ന് അറിവ് നേടിയ താൻ എന്ത് ചെയ്യപ്പെടുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഓപ്ഷൻസ്: എ ഉപേക്ഷിക്കപ്പെടുകയില്ല, ബി മറക്കപ്പെടുകയില്ല, സി വെറുക്കപ്പെടുകയില്ല. 98. പ്രഭാഷകന്
കൈവന്നതായി പറയുന്ന നിധി എന്ത്? ഓപ്ഷൻസ്: എ. കർത്താവ് നൽകിയ നാവ്, ബി. കർത്താവ് നൽകിയ ജ്ഞാനം, സി. കർത്താവ് നൽകിയ ശക്തി. 99. സൗജന്യമായി എന്ത് നേടുക എന്നാണ് പ്രഭാഷകൻ വിളിച്ചു പറഞ്ഞത്? ഓപ്ഷൻസ്: എ. സമ്പത്ത്, ബി. സ്വർണം, സി. ജ്ഞാനത്തെ. 100. വെള്ളി മുടക്കി വിദ്യ നേടിയാൽ എന്താണ് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്? ഓപ്ഷൻസ്: എ. വെള്ളി, ബി. സ്വർണം, സി. സമ്പത്ത്. അപ്പോൾ 100 ക്വസ്റ്റ്യൻസുമായി നിങ്ങൾ എല്ലാവരും എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. ബൈ.